ജോലി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അതുപോലെ ഡിഫൻസിൽ പ്രത്യേകിച്ചും ഡിഫൻസിൽ നമ്മുടെ കരിയർ പോയി ഒരു ജോലിയിലോട്ട് പോവുക, അത് ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം അവരുടെ ലൈഫ് ഫുള്ളാണ് സെറ്റാകുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത ഒരു കുട്ടിക്ക് കൂടി ആർമിയിലോട്ട് സെലക്ഷൻ ആയിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സവാഷ്. സവാഷ്. ശ്രീഹരി എന്നാണ് പേര്. കുറച്ച് ദിവസമായി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആർമിയിലോട്ട് സെലക്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ശ്രീഹരി നമ്മുടെ ദ്രോണയെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ വളരെ കുറച്ച് നാളായുള്ള ഇവിടെ വന്നിട്ട് അതിനിടയ്ക്ക് എനിക്ക് ഇത്രയും നല്ലൊരു കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഓക്കെ ഓക്കെ ഹരി, മുസ്തഫിലൊക്കെ നമ്മുടെ സർവീസ് ചെയ്യുന്ന നല്ലതുപോലെ തന്നെ സർവീസ് ചെയ്ത് വീണ്ടും ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളെ വീണ്ടും ഒന്ന് സന്തോഷം. അന്നേരം ഈ കാണുന്ന കുട്ടികളൊന്നും കണ്ടെന്ന് വരില്ല, അടുത്ത ബാച്ചായിരിക്കും. ഓക്കെ ഓക്കെ, വെൽ സവാഷ്. വെരി വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ ആർമിയുടെ അടുത്ത എക്സാം നടക്കുകയാണ്. കൂടാതെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് XY ഗ്രൂപ്പ് പ്ലസ് NDA പ്ലസ് ആൾ ഡിഫൻസുമായിട്ട് വരുന്ന എല്ലാ കോഴ്സും നമ്മുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഹലോ. XY ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഈ വരുന്ന ജൂൺ മാസം അവസാനം അല്ലെന്നുണ്ടെങ്കിൽ ജൂലൈ ആദ്യ വാരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. കാരണം ഏറ്റവും നല്ലൊരു ജോലിയാണ് ഇന്ത്യൻ എയർഫോഴ്സിലോട്ട് XY ഗ്രൂപ്പിന്റെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അതിന്റെ തയ്യാറെടുക്കണം. ക്ലാസ്സുകൾ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് അതിന്റെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് കയറാൻ പറ്റും ഇന്ത്യൻ എയർഫോഴ്സിലോട്ട്. നമ്മുടെ ഒരു കഴിഞ്ഞ ബാച്ചിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സിൽ സെലക്ഷൻ ആയിട്ടുള്ള. മോസ്റ്റ് വെൽക്കം മിസ്റ്റർ കാർത്തിക് ജെ, മോസ്റ്റ് വെൽക്കം. സുഭാഷ്, ഇത് കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലോട്ട് സെലക്ഷൻ ആയിരിക്കുന്ന കാർത്തിക് ജെ ആണ്, കൊല്ലക്കാരനാണ്. ഓക്കെ, അന്നേരം കുറച്ച്, അതായത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ കുറച്ച് പഠിച്ചു. അതിന്റെ രീതിയിൽ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തതിന്റെ പേരിൽ സെലക്ഷനായി. ഇപ്പം 20-ാം തീയതി, ഈ വരുന്ന 20-ാം തീയതി മോനെ, 25-ാം തീയതി ഇന്ത്യൻ എയർഫോഴ്സിലോട്ട് ജോബിനായിട്ട് കയറിപ്പോവുകയാണ്. അന്നേരം ഈ ഒരു സുവർണാവസരം നിങ്ങളിലോട്ടും എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യുക, ഏറ്റവും നല്ലൊരു പൊസിഷനിലോട്ട് കയറി പോവുക. ഓക്കെ, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കാർത്തിക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ കാർത്തിക്, ഒന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തരാം. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷം ആറായി. ഞാൻ ഇവിടെ ഇന്ത്യൻ നേവി കയറാൻ വേണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നത്, പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ എയർഫോഴ്സിലോട്ട് നോക്കാമെന്ന് വെച്ചിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ആയിരുന്നു, അത് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇനി ഡ്രോൺ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെയേറെ നന്ദിയുണ്ട്. പിന്നെ ഫിസിക്കലിലും എന്നെ സഹായിച്ചു വിടുന്ന നല്ല രീതി സാറന്മാർക്കും കൂട്ടുകാർക്കും വളരെയേറെ നന്ദിയുണ്ട്. പിന്നെ ഇതിന് പറ്റിയ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും മറ്റു കാര്യങ്ങളും സുഭാഷ് സാർ എനിക്ക് തന്നിരുന്നു. കാർത്തിക് നല്ലൊരു ജോലിയിലോട്ടാണ് കാർത്തിക് പോണത്. അത് പോണ സമയത്ത് വെച്ചാൽ സേഫ് ആൻഡ് സെക്യൂർ. ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസമുണ്ട്. ഈ ദിവസം നമ്മുടെ ക്രൂഷ്യൽ ടൈമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളോട് കൂടി പറയാണ്, നമ്മൾ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തെയാലും മറ്റു കാര്യങ്ങളും. കാരണം ഒരു കാഷ്വാലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന് അത് ബാധിക്കുന്നതായിരിക്കും. ഓക്കെ, അന്നേരം കാർത്തിക് പോവുകയാണ്. 25-ാം തീയതി കയറി പോവാണ്. നമ്മുടെ കൂടെ ഇരുന്ന കുട്ടി തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിൽ പോയിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. നല്ലതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കാണില്ല, അടുത്ത ബാച്ചിനെ കാണാൻ ഞാൻ പ്രശംസിക്കുന്നു. കാരണം ഈ ബാച്ച് പോവിടുന്ന എല്ലാവരും. ഓക്കെ ഓക്കെ സുഭാഷ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ 3x3 സ്റ്റേജാണ്. 3 സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ എക്സാം ആണ്. അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SRT എന്ന് വെച്ചാൽ സെൽഫ് റിയാക്ഷൻസ് ടെസ്റ്റ് പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ടെസ്റ്റ്. ഇത് എല്ലാം ഇവിടെ ലഭ്യമാണ്, കിട്ടും. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ഓക്കെ.